Hey guys, welcome to my YouTube channel. സോ ലാസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടത് ഹെയർ ട്രീറ്റ്മെൻറ്റ് ഡേ വ്ളോഗാണ്. അതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ കൊച്ചിയിൽ പോവാണ്. ഇന്ന് പോയിട്ട് നാളെ തന്നെ വരും. നാളെ ഇവിടെ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അതിന് പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ട്രാവൽ വ്ളോഗ് പോലെ ഫ്രം ഹിയർ ടു കൊച്ചി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു കൈൻഡ് ഓഫ് വ്ളോഗ് പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ ആയാലും വീഡിയോസ് ഇട്ടിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാമെന്ന്. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. ഇനി ചെറുതായിട്ടൊരു മേക്കപ്പ് ചെയ്യാണ്ട്, മേക്കപ്പ് എന്ന് പറയാനില്ല, ചെറുതായിട്ടൊന്ന് ഒരുങ്ങാം. ഏകദേശം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചിട്ട് ചെയ്യാൻ വിചാരിച്ചു. ഞാൻ എൻ്റെ മേക്കപ്പ് ബാഗൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്, നമുക്കത് ചെയ്യാം. ഫൗണ്ടേഷൻ ഞാൻ അങ്ങനെ ഇടണില്ല, പിമ്പിൾ മാർക്സ് ഉള്ളിടത്ത് മാത്രം കുറച്ചൊന്നും ഇടാം. വേറെ ഒന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല. എനിക്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചു കൊണ്ട് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു, പക്ഷെ എനിക്കത് പറ്റുന്നില്ല. പക്ഷെ നമുക്ക് നോക്കാം, കുഴപ്പമില്ല. ഞാനിപ്പോൾ വെക്കേഷന് വന്നതാണല്ലോ. വെക്കേഷൻ ഓൾമോസ്റ്റ് കഴിയാറായി. 2 to 3 വീക്സിനുള്ളിൽ ഞാൻ തിരിച്ചു പോകും. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, എത്ര പെട്ടെന്നാണ് ടൈം പോയത്. പ്രത്യേകിച്ച് നാട്ടിൽ വരുമ്പോൾ ടൈം പോണതേ അറിയില്ല. ഞാനിപ്പോൾ ഈ അടുത്തല്ലേ വന്നതെന്ന് എനിക്കിങ്ങനെ തോന്നുക. അപ്പോഴേക്കും പോവാനും ആയി. ഇപ്രാവശ്യം പിന്നെ എൻ്റെ വെക്കേഷൻ ഫുള്ള് കല്യാണം കൊണ്ടുപോയി. എൻ്റെ 2 കസിൻസിൻ്റെ മാരേജ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ വെക്കേഷൻ അങ്ങനെ പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കൂടുതലും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ചില്ല് ചെയ്യാനാണ് നോക്കാറ് വെക്കേഷന് വരുമ്പോഴൊക്കെ. പക്ഷെ പ്രാവശ്യം ഇങ്ങനെ പോയി. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. പറ്റുന്ന പോലെയൊക്കെ പോകുന്നുണ്ട്. കുറേ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, കുറച്ച് മാത്രം. നമുക്ക് കുറച്ച് ബ്ലഷ് ഇടാം. നമുക്ക് ബ്ലഷ് ഇപ്പോൾ വേറെ ഏതെങ്കിലും വെച്ചിടാം. ബ്ലഷും ലിപ്സ്റ്റിക്കും അത് ഒരിക്കലും ഞാൻ ഒഴിവാക്കാറില്ല. ഭയങ്കര ഇഷ്ടമാണ് ബ്ലഷ് ഇടുന്നത്. അങ്ങനെ ഞാൻ ഐലൈനർ ഇട്ട്, പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. വീഡിയോ എടുക്കാതെ ഇടയ്ക്ക് വിട്ടുപോയി. അതിന് ഐലൈനർ എഴുതി കഴിഞ്ഞ് ഇനി നമുക്ക് മസ്കാര ഇടാം. ഇപ്പം ഞാനൊരു പുതിയ മസ്കാര വാങ്ങിയിട്ടുള്ളത്, മാഴ്സിൻ്റെ മസ്കാര. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൈക്ക് ലെങ്ത്ത് കൂട്ടാനുള്ളതുണ്ട്, അതുപോലെ വോളിയം രണ്ടും ഉണ്ട് ഇതിൽ. നമുക്ക് ആദ്യം സ്റ്റെപ്പ് 1 ആയിട്ട് ലെങ്ത്ത് കൂട്ടിയിട്ട് പിന്നെ വോളിയം ചെയ്യാം. അങ്ങനെയാണ് ഇത് ചെയ്യുക. ചെറുതായിട്ട് ചെയ്യണുള്ളൂ, അങ്ങനെ വലുതായിട്ട് ചെയ്യുന്നില്ല. നമുക്ക് വോളിയം, സ്റ്റെപ്പ് 2 വോളിയം. ലൈനർ ഇട്ടു, മസ്കാര ഇട്ടു, ബ്ലഷ് ഇട്ടു. നമുക്ക് ലിപ് ബാം ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഇടും. അതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഞങ്ങൾ ചെയ്യാറില്ല, ബേസിക് സംഭവങ്ങളെ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്യാറേ ഇല്ല. ഞാനിത് വെച്ച് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുന്നല്ലാതെ ഫില്ല് ചെയ്യാറില്ല. എനിക്കിഷ്ടമല്ല അങ്ങനെ ഫില്ല് ചെയ്യുന്നത്. ന്യൂഡ് ലിപ്സ്റ്റിക്ക് ഇടാം. അങ്ങനെ ഉദിച്ച് നിൽക്കുന്ന ലിപ്സ്റ്റിക്ക് ഇടാണ്ട് ന്യൂഡായിട്ട് ഇടാം. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഇട്ട വ്ളോഗ് ഹെയർ ട്രീറ്റ്മെൻറ്റ് ഡേ വ്ളോഗാണ്. അതിന് ശേഷം ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കും, ഓൾമോസ്റ്റ് എത്തിക്കും, പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് ഞാൻ അതൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. എനിക്കാണെങ്കിൽ പെർഫെക്റ്റായി ഇടണം. എപ്പോഴും അങ്ങനെയാണ്, പെർഫെക്റ്റ് ഇടുകയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് ഇടാം എന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനിടയ്ക്കുള്ള വ്ളോഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനിയുള്ള വീഡിയോസൊക്കെ വരും. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്നാണ്. ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു.
വെഡ്ഡിങ് ആയിരുന്നു, അത് ഇത് അങ്ങനെ ഓരോ തിരക്കായിരുന്നു. ഇപ്പോൾ തിരക്കൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞാൻ പോവാറുമായി. ഞാൻ പോകാനായപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്ന്. ഇനിയിപ്പോൾ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാലും കസാക്കിസ്ഥാനിൽ എത്തിക്കഴിഞ്ഞാലും വീഡിയോസ് ഇടണം വിചാരിക്കുന്നുണ്ട്. എനിക്ക് ക്ലാസ്സിലുള്ള ഒരു ദിവസത്തെ വീഡിയോ, ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഇടണം വിചാരിക്കുന്നുണ്ട്. ഞാൻ ട്രാവൽ വ്ളോഗ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതും തുടങ്ങി വെക്കുന്നുണ്ട്. ഇതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനുണ്ടാവില്ല. കാരണം ഞങ്ങളെപ്പോഴും കൊച്ചിയിൽ പോകണോണ്ട് ഇവിടുന്ന് വണ്ടി എടുക്കും, അവിടെ എത്തിക്കും. അതിലിടയ്ക്ക് വല്ല ചായ കുടിക്കാൻ ഇറങ്ങി. അങ്ങനെ എപ്പോഴും ഇറങ്ങാറൊന്നുമില്ല. ഒരു 3 hourനുള്ളിൽ എത്തേണ്ടത് പക്ഷേ ഒരു 2.5 എത്തിക്കും, അല്ലെങ്കിൽ 2 എത്തിക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ ഞാൻ അവിടെ എത്തിയിട്ട് എവിടേക്കെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിലും ഇൻക്ലൂഡ് ചെയ്യും. സോ ഇനി നമുക്ക് പോകുന്ന ടൈമിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണണം. സോ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. 9 വേണ്ടിപ്പോൾ 9:30 ആയി. അല്ലെങ്കിൽ രാത്രി ആയതുകൊണ്ട് കുഴപ്പമില്ല, മെല്ലെ ഇങ്ങനെ പോവാം. ഇന്നലെ വന്നിട്ട് ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല. വന്ന് അപ്പം തന്നെ കിടന്നുറങ്ങി. ഒരു 2:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു എത്താൻ. അപ്പോൾ വന്നിട്ട് അപ്പം തന്നെ കിടന്നുറങ്ങി. നല്ല ടയേർഡും ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഇന്നത്തെയും കൂടിയിട്ട് ഒരുമിച്ചിടാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പുറത്ത് പോകും. ഇവിടെ ഒരു കഫേ, ലീല പറഞ്ഞിട്ടുള്ള കഫേ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി കാണിച്ചിട്ട് ഈ വീഡിയോ നിർത്താനാണ് വിചാരിക്കുന്നത്. ഞങ്ങളങ്ങനെ ലീലയിലേക്ക് വന്നിരിക്കുകയാണ്. കുഴപ്പമില്ല. അവിടുന്ന് ഒരു കേക്ക് ഓർഡർ ചെയ്തത് 4 പേരും. മോശം വളരെ സോ ലീലൻ്റെ ഫ്രണ്ടിലാണ്. ലീലയിൽ നിന്ന് ഇറങ്ങി. കുഴപ്പമില്ല, വലിയ രസം എന്ന് പറയാനില്ല. ഒരു എസ്തറ്റിക് വൈബ് ഉണ്ടെന്ന് മാത്രം. അല്ലാണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമായില്ല. കുഴപ്പമില്ല. ഇന്നത്തെ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ക്യാമറമാനോടൊപ്പം ഫോട്ടോ കിട്ടാണ്ട് നിരാശയായിരിക്കുന്ന നാളെ അടുത്തത് ഞങ്ങൾ എവിടെ പോകണം എന്നാണ് ആലോചിക്കണത്. അടുത്തത് എവിടെ പോണത്? അടുത്ത ഞങ്ങൾ പോകാൻ പോകുന്നത് മുഫ്സിറിന്റെ കടയിലേക്ക്. കാശി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ടൗണിൽ ഒരു വട്ടം പോയിക്കണ്. റോട്ടിൽ കൂടെ പോയിട്ടുണ്ട്, കഫേയിലൊന്നും കേറിയിട്ടില്ല. വേറൊരു ഇതുണ്ട്. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ലോഫേഴ്സ് കോർണർ കഫേയിൽ വന്നിരിക്കുകയാണ്. ഇവിടുന്ന് എന്തെങ്കിലും കുടിക്കാൻ വെച്ചിട്ട്. കോർണർ കഫേ കയറിയിട്ട്
അവിടുന്ന് ഇറങ്ങി. ഇറങ്ങാനുള്ള റീസൺ എന്താ ഈസ്റ്റ് ഇന്ത്യ കഫേലെ മുത്തു? അവിടുന്ന് ഇറങ്ങാനുള്ള റീസൺ എന്താ? അവിടുന്ന് ഇറങ്ങാനുള്ള റീസൺ എന്താ? നമുക്ക് അവിടെ കഴിക്കാൻ ബഡ്ജറ്റ് ആയിട്ടൊന്നുമില്ല. അവിടെ സോ ലോക്കൽ സാധനമാണ്. അത് നമ്മൾ നെക്സ്റ്റ് ഇറങ്ങിയതാണ്, അല്ലാണ്ട് ഇഷ്ടാവാണ്ടല്ല. അടുത്തത് ഈസ്റ്റ് ഇന്ത്യ കഫേക്കാണ് പോണത്. അവിടെ പോയിട്ട് എന്താണാവോ അവസ്ഥ. ചിലപ്പോ നമ്മൾ കൂൾക്കാറിൽ കയറി അവക്കാഡോ അടിക്കാൻ ചാൻസ് ഉണ്ട്. അവക്കാഡോ വേണമെന്നാണ് ഗായ്സ് പറയുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, ചിലപ്പോൾ പറയാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ഇല്ല ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മളങ്ങനെ ഓർഡർ ചെയ്യാൻ പോകുന്നത്. എന്താ ഓർഡർ ചെയ്യുന്നത്? ഒരു കട്ടൻ ചായക്ക് ഇവിടെ 100 രൂപയാണ്. എന്താ ഓർഡർ ചെയ്യാൻ പോണത്? ഞങ്ങൾ ഓർഡർ ചെയ്യാൻ പോകും. നമ്മളെന്തിനാ വെറുതെ എല്ലാം വേണ്ട, കാരണം വയറ് ഫുള്ളാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഒരു ചിക്കൻ സാലഡ് പറഞ്ഞു. ചിക്കൻ സാലഡ് നമുക്ക് സൂപ്പറാണ്. ഗായ്സ്, ഇവര് വീഡിയോ എടുക്കണോണ്ട് സ്റ്റാൻഡേർഡ് ആക്കുകയാണ്. ഇവരുടെ കൂടെ 2 കഫേയിലായി ഞാൻ ഇപ്പൊ കേറണം. എന്നെ 2 കഫേയിൽ നിന്ന് ഇറക്കി. അവിടുന്ന് ഇറങ്ങാനല്ലേ, അവിടുന്ന് ഇറക്കാനല്ലേ. എത്തി ഞങ്ങള് സ്കൂൾ ബാറിൽ. ഞാനല്ല, ഇവരാണ് ഓടിയത്. എന്നെ ഓരോ കഫേയിൽ കൊണ്ടുപോവുക, അവിടുന്ന് ഇറക്കുക. ഇവരെ കൂടെ ഞാൻ വരൂല തീരുമാനിച്ചു. കഫേ കാണണം. സോ ഗൈസ്, ഇന്നത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളൊരു രാത്രി 10 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് തിരിക്കും, പൊന്നാനിയിലോട്ട് പോകും തിരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്നലത്തെയും ഇന്നത്തെയൊക്കെ കൂടിയിട്ട് ഒരു വീഡിയോ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.